ഇപ്രാവശ്യത്തെ തിരുവോണം മഴ കൊണ്ടുപോയില്ലേ, അതുകൊണ്ട് ഇപ്പോൾ ആകെ എല്ലാവരും കുടുങ്ങിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ. രാജേട്ടൻ മോളെയും കൊണ്ട് വീട്ടിൽ പോയിട്ട് വന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല സമയത്താട്ടോ ഏട്ടൻ വന്നത്. ആ സമയത്ത് നോക്കുമ്പോൾ ഓട്ടം വിളിച്ചിട്ട് ഏട്ടന് പെട്ടെന്ന് പോകണം പറഞ്ഞിട്ടേ. അപ്പോൾ ഞാനൊരു കുടയിൽ രാജേട്ടനെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി വിട്ടിട്ട് അങ്ങനെ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഉച്ച കഴിയുമ്പോഴത്തേന് ഇനി എല്ലാവരും വരും കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ പൂവിടാനേ പറ്റിയില്ല കേട്ടോ. 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് പൂവിടാനൊക്കെ പറ്റിയത്. കാരണം ആ സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. പുറത്തിറങ്ങാൻ പറ്റാത്തത്ര മഴ. അപ്പോൾ അങ്ങനെ ഇതാ മഴയൊക്കെ തോർന്ന് വലിയനീത്തി വന്നു കേട്ടോ. വലിയനീത്തി വന്നിട്ട് ഇതാ അമ്മയ്ക്ക് ഓണക്കോടിയൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അത് നിവർത്തി നോക്കുന്നതൊക്കെ ഉണ്ട്. കുടുംബത്തിൽ പിന്നെ എല്ലാവരും വരുമ്പോൾ ഒരു രസമാണ് കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇന്നലെ ചെറിയ അനിയത്തി വൈകുന്നേരം വന്നപ്പോൾ അവൾ പിന്നെ അമ്മയ്ക്കുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പ്രാവശ്യം എല്ലാവരും മാക്സി സെറ്റ് എടുത്തിരിക്കണത്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും സാരിയായിരുന്നു. അപ്പോൾ പ്രാവശ്യം അമ്മ പറഞ്ഞു സാരി വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അനിയത്തി ഇളയച്ചനൊക്കെ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സാട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വെളിയിലേക്ക് നിർത്തിയതാട്ടോ. വെട്ടം കമ്മിയായിരുന്നു അകത്ത്. അപ്പം നേരെ ഫോട്ടോ ഒക്കെ എടുത്ത് തരാനിട്ട് വെളിയിൽ ഇറക്കി രണ്ടാളുടെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇതാ അവർ ഓരോരുത്തരെയൊക്കെ ആയിട്ട് ഇതാ പായസം കുടിക്കണു, ചായ കുടിക്കണു. ഒരാൾ ചായ, ഒരാൾ പായസം, അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരൊരു 5:30 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ വന്ന്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഇതാ ചെറിയൊരു രണ്ടാൾ ഇതാ കസാരയിലൊക്കെ വലിച്ചിട്ട് ഇതാ TV കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ചെറിയ മക്കളിതാ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കുട്ടികളുടെ അച്ഛന്മാരും തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. അവർ വൈകിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ ഈ പുളിയഞ്ചി ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞിട്ട് മുട്ടയൊക്കെ പൊരിച്ചിട്ട് കേട്ടോ വൈകിട്ട് ചോറൊക്കെ കൊണ്ടത്. അപ്പോൾ അങ്ങനെ ഇതാ മക്കളൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ലാസ്റ്റാണ് കേട്ടോ ഞാനൊക്കെ കഴിച്ചത്. അനിയത്തിയും ചെറിയ അനിയത്തിയും എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. രാജേട്ടൻ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ പോയി കേട്ടോ. ഏട്ടനൊരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഏട്ടനെ ആരെയും കൊണ്ടുവന്ന് വിടണം തച്ചമ്പാറ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയി. നേരത്തെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടി അങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞിരുന്ന അങ്ങനെ ഇന്നത്തെ ആഘോഷമൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. തിരുവോണം ദിവസം ഉച്ചയ്ക്ക് പിന്നെ ഏട്ടനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും അമ്മയും പിന്നെ ചെറിയ ഇളയച്ചനും അനിയത്തിയും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരുവോണത്തിന് അന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഇതാ കലാപരിപാടി ആരംഭിച്ചു കേട്ടോ. അവിടെ കലാപരിപാടിയാണ് കേട്ടോ. അതാ ധനി ബേബി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത